ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരു ചെറിയ കുറച്ച് ബിസിനസ് ഐഡിയാസാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെ നിർമ്മിക്കാൻ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരിക, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന സാറ്റിൻ റിബണാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് മതിയാവും. 2 ഇഞ്ച് നീളത്തിൽ മുറിച്ച് എടുക്കുകയാണ്. നമുക്ക് ഏകദേശം ഇത് എത്ര പീസ് വരും എന്ന് എനിക്കറിയില്ല. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് എനിക്കറിയില്ല എത്ര പീസ് ഉണ്ടാവുമെന്നും. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഏകദേശം ഒരു 20 പീസോളം വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ 2 സൈഡും ഉരുക്കിയതിന് ശേഷം അതിന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. അതായത് ഗ്ലേസിങ് ഉള്ള വശം കാണാൻ മടക്കിയിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ ഉരുക്കി ഒട്ടിക്കേണ്ടേ. അപ്പം നോക്കിയേ, ഒരു പെറ്റൽസ് പോലെ ആയെന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഏകദേശം ഒരു 10-20 പെറ്റൽസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ചാനൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ എല്ലാവരുടെയും എന്ന് പറയാൻ ആരുമില്ലല്ലോ അല്ലേ, ഉള്ളവരുടെ, അതായത് എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എൻ്റെ കൂടെ വേണം. പിന്നെ ഇനിയും ഇതുപോലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിങ്ങനെ ഒരുപാട് പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് 2 കിഴുത്ത മീൻസ് ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ റിബൺ കയറ്റിയിട്ട് അതിൽ ബണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ ഹോളിൽ കൂടെ തിരിച്ച് പുറത്തേക്ക് എടുക്കുവാണ്. അപ്പം ഈ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതും ഈ ആക്സസറീസും ഒക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം ഇതൊന്നും നമ്മൾ എന്തുണ്ടാക്കിയാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബലത്തിനിരിക്കും. അല്ലാണ്ട് നമ്മൾ ഒട്ടിക്ക് മാത്രം ചെയ്താൽ അത് ഇളകി പോരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ബണ്ണും ബോയും ഒക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. അവരൊന്ന് പിടിക്കുമ്പോൾ തന്നെ അത് ഉരുങ്ങി പോരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ പെറ്റൽസ് എല്ലാം ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്ര പെറ്റൽസ് എങ്ങനെ ഒട്ടിച്ചാൽ ശരിയാവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ 4 സൈഡിലായിട്ട് ഓരോന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇടയ്ക്ക് കയറ്റി ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയില്ലല്ലോ എത്ര എണ്ണം വെച്ചാൽ ഗ്യാപ്പ് വരാണ്ടിരിക്കുമെന്ന്. അതറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് വരില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒട്ടിക്കാം. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോഴാണ് ഈ ബണ്ണിനൊരു ഭംഗി തോന്നുന്നത്. നമ്മുടെ വീട്ടിലിങ്ങനെ വെറുതെ സമയം പോവില്ലേ, സീരിയലും അതും ഇതൊക്കെ കണ്ട് ഫോണിൽ കുത്തി സമയം കളയുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസാണ് ഇതൊക്കെ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വരുമാനമായാൽ അത്രയും നല്ലതല്ലേ. സ്ത്രീകൾക്കൊരു വരുമാനം അത്യാവശ്യം തന്നെയാണ്. എന്നും പുരുഷന്മാരെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരാവശ്യമില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഇതൊക്കെ പാടില്ലല്ലോ, എളുപ്പമല്ലേ. ചിലരൊക്കെ പടം വരയ്ക്കുന്നുണ്ടാവും, ചിലരൊക്കെ വേറെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ടാവും, അങ്ങനെ പലതും ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുക്കില്ലല്ലോ. പക്ഷെ എല്ലാവർക്കും അത് ഒരു കഴിവ് കാണും ദൈവം കൊടുത്തിട്ടുള്ളൂ. അത് വെച്ച് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ക്രാഫ്റ്റ്, ആർട്ട് അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഒരുപാടൊന്നും അറിയില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പം ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു എൻ്റെ പൊട്ട ബുദ്ധി തോന്നിയൊരു ഐഡിയ ആണ്. അപ്പം കുറച്ച് വരുമാനമൊക്കെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കുറച്ച് അടുത്തൊക്കെയുള്ള കുറച്ച് പേർക്കൊക്കെ സെയിൽ ചെയ്തു. ഇനി ഏതെങ്കിലും കടയിൽ ഓർഡർ പിടിച്ചിട്ട് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളും വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ പറ്റും. അപ്പം എന്നും ഒരാളുടെ മാത്രം വരുമാനത്തിൽ കഴിയാൻ പറ്റില്ല. അത് എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. എല്ലാവരും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. മനുഷ്യൻ്റെ കാര്യം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. എപ്പോഴും ഒരാളുടെ കാൽ പിടിച്ച് അതിന് പൈസ ഇതിന് പൈസ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു മടുപ്പ് വന്നില്ലേ. അപ്പം അതിന് വേണ്ടിയാണ്. പിന്നെ എൻ്റെ ഒരു ഗ്യാപ്പില്ലാതെ വേണം ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ ആ ക്യാൻവാസ് ഷീറ്റ് കാണരുത്, അങ്ങനെ ആ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ എന്താ പറയുക, ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഒട്ടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കിട്ടുക. ഓക്കെ, എന്തെങ്കിലും ആ സമയം നമ്മൾ യൂസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരിക്കലും ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. ചില പെറ്റൽസിൻ്റെ ഒരു സൈഡ് ഇളകിപ്പോയി. 10 രൂപ ആയിക്കോട്ടെ, ബുദ്ധിമുട്ടുണ്ടായിട്ട് അതും കൂടി ഒട്ടിച്ചെടുക്കാൻ വളരെ വലുതായിരിക്കും. ചില സമയങ്ങളിൽ നമുക്കത് 10 രൂപയ്ക്ക് വരെ വളരെ വിലയുണ്ടാവും. അപ്പം അത്ര ഉള്ളതാവട്ടെ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ സ്വന്തമായിട്ട് മധ്യഭാഗത്ത് വേണമെങ്കിൽ പെറ്റൽസ് വെച്ച് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. അതിന് കുറച്ച് ബീഡ്സ് ഉണ്ട്. അപ്പം അത് നമ്മളവിടെ ഇട്ടെടുക്കുകയാണെങ്കിൽ ഒരു ഭംഗി തോന്നും. അതിന് വേണ്ടിയാണ് മധ്യഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെറ്റൽസ് തന്നെ ഒട്ടിച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ കുറച്ച് ഇതുപോലെ കുറച്ച് ഭംഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബീഡ്സാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ കുറച്ച് ഗോൾഡ് കളർ ബീഡ്സ് ഉണ്ടായിരുന്നിട്ട് ബ്ലൗസിലൊക്കെ വയ്ക്കുന്നത്, അതാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.